ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 10th ആയിരുന്നു. നാളെ ജൂലൈ 11th ഒരു മാർക്കറ്റ് പ്രഡിക്ഷൻ ആണ് ഇന്നത്തെ ഡേറ്റ വെച്ച് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പം ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഇന്ന് നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മൂവിന് അപ്പ് മൂവ് ആണെങ്കിലും ഡൗൺ മൂവ് ആണെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു റേഞ്ച് ആയിട്ടാണ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അപ്പം ഇനി നല്ലൊരു ഷോർട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ കിട്ടണം. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു റേഞ്ച് ഫോം ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഇപ്പം മാർക്കറ്റ് ഉള്ളത്. ഇത് രണ്ടും ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മൂവ് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാതെ അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് നിഫ്റ്റിന്റെ കേസിലാണെങ്കിലും നിഫ്റ്റിന്റെ പോലെ തന്നെ ഇന്നും നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് കിട്ടിയാലാണ് നമുക്ക് നല്ലൊരു ഷോർട്ട് അല്ലെങ്കിൽ ലോങ് സെറ്റപ്പ് കിട്ടുക. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി 17-ാം തീയതിത്തെ ഒരു ഡേറ്റയാണ് എടുക്കുന്നത്. 17-ാം തീയതിത്തെ ഡേറ്റയിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 25,500 അപ്പോൾ പുട്ട് ഒ എ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500 കോൾ ഒ എ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500 പുട്ട് ഒ എ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,400 ഇപ്പോൾ ഒ എ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഒ എ ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കോൾ ഒ എ ചേഞ്ച് വന്നിരിക്കുന്നത് 25,500 പുട്ട് ഒ എ ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,100 അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്ന ഡേറ്റാസ്. ഇത് ഞാനിവിടെ എക്സൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 25,476.1 ആണ്. മാക്സ് പെൻ വന്നിരിക്കുന്നത് 25,400 ആണ്. അപ്പൊ PCR വാല്യൂ വന്നിരിക്കുന്നത് 0.62 ആണ്. അപ്പം PCR വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കറ്റിൽ ബെയറിഷ് പ്രൈസിലേക്ക് പോയിട്ടുണ്ട് എന്നാണ്. ഹയസ്റ്റ് കോൾ ഒ എ വന്നിരിക്കുന്നത് 25,500 അത് 66 ഓൾമോസ്റ്റ് 67 ലാഖിന്റെ ഒരു കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട്. സോ നല്ലൊരു റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഈ 25,500 മാറിയിട്ടുണ്ട്. ഇനി ഹയസ്റ്റ് പുട്ട് ഒ എ ചേഞ്ച് വന്നിരിക്കുന്നത് 25,400 ആണ്. അപ്പോൾ 25,400 എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി കോൾ ഒ എ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കോൾ ഒ എ ചേഞ്ച് നോക്കുമ്പോൾ ഇവിടെ ഹയസ്റ്റ് കോൾ ഒ എ വന്നിരിക്കുന്നതും കോൾ ഒ എ ചേഞ്ച് വന്നിരിക്കുന്നതും രണ്ടും 25,500 അതായത് ഒരു ഹെവി കോൾ റേറ്റിംഗ് എവിടെ നടക്കുന്നുണ്ട്? 25,500 നടക്കുന്നുണ്ട്. അങ്ങനെ ഹെവി കോൾ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ സ്ട്രോങ് ആവുകയാണ്. റെസിസ്റ്റൻസ് സ്ട്രോങ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബെയറിഷ് സൈൻ ആണ്. അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് അത്ര പെട്ടെന്ന് ബ്രേക്ക് ആവില്ല. അല്ലെങ്കിൽ ബ്രേക്ക് ആവണമെങ്കിൽ നല്ലൊരു ഹൈ മൊമെന്റ് അല്ലെങ്കിൽ നല്ലൊരു വോളിയത്തിൽ അത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രം സസ്റ്റെയിൻ ചെയ്താലേ നമുക്ക് നല്ലൊരു മുകളിലേക്ക് കിട്ടുള്ളൂ. അപ്പം അത്രയും നല്ലൊരു ഹെവി കോൾ റേറ്റിംഗ് ഇവിടെ 25,500 നടക്കുന്നുണ്ട്. ഇപ്പൊ പുട്ട് ഒ എ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,100 അതായത് ഇവിടെ ഒരു സപ്പോർട്ട് നിന്ന് 25,400 ആണ്. അപ്പൊ സപ്പോർട്ട് 25,100 ഒരു ഷിഫ്റ്റ് ലോവർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഡേറ്റയാണ് നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ചാർട്ടിൽ അത് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 50 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 25,500 നല്ല ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ആവുന്നത്. അപ്പൊ 25,500 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു 25,500 അല്ലെങ്കിൽ 550 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ലോങ് മൂവ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇന്നിപ്പം ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ ലെവലും കൂടിയാണ്. ഈ 25 ഒരു 310 അല്ലെങ്കിൽ 330 എന്നൊക്കെ പറയുന്നത് ഒരു ഇൻട്രാഡേ ലെവലും കൂടിയാണ്. അപ്പം ഇത് നമുക്ക് അടുത്തൊരു സപ്പോർട്ട് സോൺ ഇവിടെ വന്നിരിക്കുന്നത് 25,400 ആണ്. അപ്പൊ ഇതാണ് നമുക്കൊരു സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. സോ ഇതാണ് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത് 25,500.
നമുക്ക് ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലായി 25,500 നമുക്ക് മനസ്സിലാവുന്നത് 25,500 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 25,400 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 25,100 ആണ്. അപ്പം ഈ ഡേറ്റാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 25,500 നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്, 25,400 നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത്, കാരണം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു ഇൻട്രാഡേ ലെവൽ വരുന്നത് 25,300 ആണ്. അപ്പം ഈ 25,300 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നത് നമുക്ക് ഈ 25,100 അപ്പം 25,100 പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,400 ആണ്. 25,400 ഫസ്റ്റ് ഒരു സപ്പോർട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇൻട്രാഡേ സപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,100 ആണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഇപ്പം മുകളിലേക്ക് ഇപ്പം 25,550 ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നല്ലൊരു അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. 25,600 അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ്, 650 റേഞ്ചിലാണ് നമുക്ക് അടുത്തൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു 400-നും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് നല്ല മൂവ് ഒന്നും കിട്ടൂല. അപ്പം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത്, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കോ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്കോ വരുവാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്കാൽപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ ഒരു ലെവൽസ് വരുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിന്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 57,213.55 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 56,900 ആണ്. PCR വന്നിരിക്കുന്നത് 0.86 ആണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000-ലാണ്. കോൾ OA ആണെങ്കിലും പുട്ട് OA ആണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000-ലാണ്. ഇപ്പോൾ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ OA ചേഞ്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നത് 57,000 തന്നെയാണ് പുട്ട് OA ചേഞ്ചും കോൾ OA ചേഞ്ചും വന്നിരിക്കുന്നത്. പക്ഷെ പുട്ട് OA ചേഞ്ച് കുറയുകയും കോൾ OA ചേഞ്ച് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കോൾ OA ചേഞ്ച് ഇവിടെ 1.46 lakh കൂടിയപ്പോൾ പുട്ട് OA 1.05 lakh അൺവൈൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് പ്രൈസ് മാക്സ് പെയിൻ PCR അഗൈൻ ലെസ് ദാൻ 1 ആണ്. ഒരു ബെയറിഷ് പ്രൈസിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 57,000 ആണ്. സോ ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 57,000 തന്നെയാണ്. അതായത് കോൾ OA-നേക്കാളും പുട്ട് OA നല്ല ഒരു സപ്പോർട്ടായിട്ടും വരുന്നുണ്ട്. സോ അത് നല്ലൊരു സപ്പോർട്ടായിട്ട് സ്റ്റിൽ ഹോൾഡിംഗ് ആസ് എ സപ്പോർട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെയും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഹയസ്റ്റ് കോൾ OA ചേഞ്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കൂടുതൽ റൈറ്റിംഗ്സ് നടന്നിട്ടുണ്ട്. സോ റെസിസ്റ്റൻസ് കൂടുതൽ സ്ട്രോങ് ആവുകയാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു അൺവൈൻഡിങ് 1.05 ലാഖിന്റെ ഒരു അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പൊ പുട്ട് OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 ആണ്. അതായത് സപ്പോർട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയും റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ 57,000 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാറുകയാണ്. സപ്പോർട്ട് വീക്ക് ആയിക്കൊണ്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിക്കൊണ്ടും ഇരിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ഈ 57,000 എന്നുള്ളത് മാറുന്നുണ്ട്. അപ്പം 57,000 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ കൂടുതലായിട്ട് അവിടെ പുട്ട് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോള് കൂടുതലായിട്ട് റൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 57,000 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ഏരിയ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ മുകളിലേക്ക് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടണമെങ്കിൽ ഈ ഒരു 57 ഈ ഒരു ലെവല് 57,250 മുകളിലേക്കൊക്കെ പോയാലാണ് നല്ല ഒരു ബൈയിങ് സെറ്റപ്പ് നമുക്ക് കിട്ടുക. ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ നമുക്ക് നല്ലൊരു ലോങ് എൻട്രി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ അടുത്തൊരു ലെവല് എന്ന് പറയുന്നത് ഈ
57,500 അല്ലെങ്കിൽ ഒരു 57,600 റേഞ്ചിലാണ് അടുത്ത നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് സോൺ വരുന്നത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഹെവി റെസിസ്റ്റൻസ് സോൺ ആണ് ഈ 57 എന്ന് പറയുന്നത്. അപ്പോൾ 57,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ ഒരു നല്ലൊരു മൂവ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അത് സസ്റ്റെയിൻ ചെയ്ത് ഈ 57,250 മുകളിൽ പോയാൽ നമുക്കൊരു ലോങ് സെറ്റപ്പ് വീണ്ടും കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ വരുന്നുണ്ട്. അതായത് 56,800 താഴെ പോയാൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിന് താഴെ പോയാൽ മാത്രമേ മാർക്കറ്റിന്റെ ഒരു ഷോർട്ട് മൂവ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 56,600 ആണ്. അപ്പൊ 56,600 ആണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പൊ മാർക്കറ്റ് ഇന്നൊരു ബെയറിഷ് ആയിട്ടാണ് ഉള്ളത്. PCRന്റെ വാല്യൂ അനുസരിച്ച് ഒരു മാർക്കറ്റ് ഒരു ബെയറിഷ് ബയസ് ആണ്. അപ്പം 57 മുകളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ലോങ് കിട്ടും. അതല്ല 57 ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 57 നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് വർക്ക് ചെയ്യും. അപ്പം അതുകൊണ്ട് സപ്പോർട്ട് അവിടെ വീക്കായി കൊണ്ടിരിക്കുകയാണ്. സോ അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് നല്ലൊരു മൂവ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ച് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ 57 മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ലോങ് സെറ്റപ്പിലേക്കും അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന് താഴേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഷോർട്ട് സെറ്റപ്പിലേക്കും വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ഡേറ്റയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്ക് യു.